അതാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതിനാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അത്ര വേദനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്തുകൂടെ? എങ്ങനെയാണ് ഈസി ആയിട്ട് ചൂസ് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച ഒരാള് നിങ്ങളെ പറ്റിച്ച് കടന്നുപോയി, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഈസി ആയിട്ട് കാണാൻ പോകുന്നു? അല്ല, അതുണ്ടാവും എന്നുള്ളത്. അത് ഈസി ആയിട്ട് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ് നമുക്ക് ഒരിക്കലും ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് വേദനകൾ ഉണ്ടായാൽ വേദനകളൊന്നും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, നിങ്ങൾ ഒരാൾ 1000 രൂപയ്ക്ക് പറ്റിച്ചു, അത് ഈസി ആയിട്ട് കാണാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് 1 കോടിയുണ്ട്, നിങ്ങളുടെ 75 ലക്ഷം രൂപ കൊണ്ടുപോയി, നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നിങ്ങളെ പറ്റിച്ചു, നമുക്ക് ഒരിക്കലും അത് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈസി ആയിട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കും. നമ്മൾ ഓഫ് കോഴ്സ് പഠിക്കുകയാണല്ലോ. ആ പഠനത്തിന്റെ ഒപ്പം നമ്മൾ അതിനെ, ആ ഒരു സംഗതിയെ കുറെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് പറ്റുക. ഇത്തരം ചില ഈ സ്പിരിച്വൽ സൈഡ്, ഇത്തരം ചില അന്വേഷണങ്ങളൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി നമുക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ, നാളെ ഞാനൊരാൾക്കൊരു അത്രയും രൂപ ചിലപ്പോൾ കടം കൊടുക്കില്ലായിരിക്കും. ചിലർ 10,000 കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇവൻ ചിലപ്പോൾ പറ്റിക്കുകയായിരിക്കും, അവൻ പറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ആക്കുക എന്നൊരു പരിപാടിക്കൊക്കെ ഇത്തരം ചില ഡയറക്ഷൻ ഓഫ് തിങ്കിങ് ഒക്കെ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അതിന് ആത്മീയത ആവശ്യമുണ്ടോ? ആത്മീയത നിർബന്ധമൊന്നുമില്ല. ആർക്കാണ് നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി.